For latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. മലയാളിക്ക് അത്ര പരിചിതമല്ലാത്ത ചികിത്സയാണ് ഹിജാമ അഥവാ കൊമ്പ് ചികിത്സ. ഇതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം സജീവമാണ്. ഹിജാമ നല്ലതെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറ്റൊരു വിഭാഗം ഇതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ പൂഞ്ഞാർ MLA PC ജോർജിന് ഈ ചികിത്സാ രീതിയിൽ പൂർണ്ണ വിശ്വാസമാണ്. റാസൽ കൈമയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് സാജിദ് കടക്കലാണ് ജോർജിന് ഹിജാമ തെറാപ്പി അഥവാ കൊമ്പ് ചികിത്സ നടത്തിയത്. 7 മാസം മുൻപ് PC ജോർജ് ഹിജാമ ചെയ്തിരുന്നു. ഇതുകൊണ്ട് ഫലമുണ്ടായതിനെ തുടർന്നാണ് വീണ്ടും എത്തിയതെന്നും പ്രവാചകൻ സ്വീകരിച്ച രീതി എന്നത് വിശ്വാസം വർദ്ധിപ്പിക്കുന്നുവെന്നും ജോർജ് പറയുന്നു. PC ജോർജ് മുതുകിൽ കപ്പുമായി ഇരിക്കുന്ന വീഡിയോയും അശുദ്ധ രക്തം നീക്കം ചെയ്യുന്നത് ഗുണകരമാണെന്നുള്ള ജോർജിന്റെ സംഭാഷണവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രവർത്തന സജ്ജമായ മനസ്സുണ്ടാക്കാൻ ഇത് ഗുണകരമാകുമെന്നാണ് PC വീഡിയോയിൽ പറയുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി ഹിജാമ തെറാപ്പി ചെയ്യാൻ അനുയായികളെ ഉപദേശിച്ചിരുന്നു. നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും നല്ല ചികിത്സയാണ് ഹിജാമ ചികിത്സയെന്ന നബി പറഞ്ഞിരുന്നതായിട്ടാണ് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിജാമയെ പ്രവാചക വൈദ്യം എന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുന്നത്. ശരീരത്തിലെ പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം വലിച്ചെടുത്ത് പുറത്തു കളയുന്ന ചികിത്സയാണ് ഹിജാമ അഥവാ കപ്പിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൃഗങ്ങളുടെ കൊമ്പുകൊണ്ട് ചികിത്സ നടത്തിയിരുന്നതുകൊണ്ട് കൊമ്പ് ചികിത്സ എന്നും വിളിക്കുന്നു. പുരാതന കാലഘട്ടത്തിൽ തന്നെ പല സംസ്കാരങ്ങളുടെയും ചികിത്സാ പാരമ്പര്യത്തിൽ ഈ ചികിത്സാ രീതിക്ക് പ്രധാന സ്ഥാനമുണ്ടായിരുന്നു അത്രേ. ശരീരഭാഗങ്ങളിൽ കൊമ്പ് അഥവാ കപ്പ് വെക്കുന്നത് ചില പ്രത്യേക ബിന്ദുക്കളിലാണ്. പ്രധാനമായും ശരീരത്തിന്റെ പുറം ഭാഗം, കഴുത്ത്, ചെവികൾക്ക് പിറകിലെ ഭാഗം, നട്ടെല്ലിന്റെ താഴ്ഭാഗം എന്നീ സ്ഥലങ്ങളിലായിരിക്കും കപ്പ് വെക്കാറുള്ളത്. കൊമ്പ് വെക്കലിലൂടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാമെന്നും രക്തചംക്രമണം വർദ്ധിക്കുമെന്നും കോശങ്ങളിലെ അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുമെന്നും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്നും തലച്ചോറിലേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിപ്പിക്കാൻ ഇതിന് കഴിയുമെന്നും ഹിജാമ ചികിത്സ ചെയ്യുന്നവർ പറയുന്നു. ഹിജാമ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.